أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وأصحابه أجمعين. أما بعد. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. مرحبا يا نور عيني، مرحبا جد الحسين، مرحبا يا حبيبي، مرحبا يا محمدي. طلع البدر علينا من ثنيات الوداع، وجب الشكر علينا ما دعا لله داع. SKSSF മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കീഴിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ തഫ്സീർ ക്ലാസ് അൽഹംദുലില്ലാഹ് സ്തുത്യർഹമായിട്ട് തന്നെ ഇതിൻ്റെ എപ്പിസോഡുകൾ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുത്തു റസൂലിൻ്റെ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാനുള്ള വേള അടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് മദ്ഹ് പറയുന്ന ഒന്ന് രണ്ട് ബൈത്തുകൾ ഞാനിവിടെ ഉദ്ധരിച്ചതാണ്. ഏതായാലും ഇന്നത്തെ വിഷയവും മാഷാ അല്ലാഹ് നമ്മുടെ റസൂലുള്ളാഹിയുടെ ആ ഉത്കൃഷ്ട വ്യക്തിത്വത്തോട് അടുത്ത് റസൂലുള്ളാഹിയുടെ വ്യക്തിത്വം തിരിച്ചറിയുന്ന ഒരു സംഭവം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. കാരണം നമ്മുടെ വിഷയത്തോടും അത് യോജിച്ചത് തന്നെയാണ്. നമ്മുടെ വിഷയം ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതാണ്. അതിൽ നാം പ്രതിപാദിച്ചിട്ടുള്ളത് യഹൂദികളും നസ്രാനികളും പിഴച്ചവരും അവർ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരുമാണ്. അപ്പോൾ ഇതിന് തെളിവായിട്ട് ആയത്തുകളുണ്ട്, ഹദീസുകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ഹദീസാണ് മഹാനായ അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ഒരു സ്വഹാബി. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങൾ ഈ എപ്പിസോഡിലൂടെ നമുക്ക് വിശദീകരിക്കാം. അദ്ദേഹം തന്നെ തൻ്റെ ചരിത്രം പറയട്ടെ. അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്, മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി മക്കയിൽ അല്ലെങ്കിൽ മദീനയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കൂട്ടരായിരുന്നു മുഹമ്മദിനെ സ്വീകരിച്ച മുഹമ്മദിൻ്റെ അനുയായികൾ. ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. എനിക്കവിടുന്ന് മനം മടുത്ത്, എനിക്ക് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ മതത്തിനെക്കുറിച്ച് എന്തോ ഒന്ന് ബാഹ്യ ശക്തികളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് എനിക്ക് വെറുപ്പ് തോന്നിയിട്ട് ഞാൻ മദീനയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. റോമൻ ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. അവിടെ ക്രിസ്ത്യാനികളുടെ വിഭാഗം കൂട്ടരുള്ള സ്ഥലമാണ് റോമൻ ഏരിയ. അങ്ങോട്ട് ഞാൻ അവരോടൊപ്പം ചേരുകയാണ്. പക്ഷേ അവിടുത്തെ ജീവിതം എനിക്ക് മടുത്തു. മക്കയിനേക്കാളും എനിക്ക് അവിടുത്തെ ജീവിതം, മദീനയേക്കാളും എനിക്ക് അവിടുത്തെ ജീവിതം മടുത്തു. ഞാൻ തിരിച്ച് മദീനയിലേക്ക് തന്നെ വരികയാണ്. എൻ്റെ വരവിൽ ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഈ മുഹമ്മദ് വലൗ കാന ഹുവ മലിക്കൻ ലം യഖഫ് അലയ്യ, ഈ മുഹമ്മദ് ഒരു രാജാവാണെങ്കിൽ
നാട് ഭരിക്കുന്നൊരു രാജാവിൻ്റെ സ്ഥാനമാണ് മുഹമ്മദിനെങ്കിൽ എനിക്കൊരിക്കലും പേടിയുണ്ടാവില്ല, ഞാൻ പേടിക്കാതെ തന്നെ അവിടെ ജീവിക്കും. ലൗകാന നബിയൻ ഇത്തബഅതുഹു, മുഹമ്മദ് നബിയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകനാണെങ്കിൽ തീർച്ചയായും മുഹമ്മദിനെ പിൻപറ്റാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിക്കുകയാണ് അവിടെ നിന്ന് തന്നെ. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ സ്വഹാബത്തെല്ലാം വിളിച്ചു പറഞ്ഞു, അദീ ഇബ്നു ഹാത്തിം വന്നു. കാരണം അദ്ദേഹത്തിന് സമൂഹത്തിൽ ഖൗമിൽ ഒരു മാന്യതയുടെ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് സമൂഹത്തിൽ സ്ഥാനമുണ്ടായിരുന്നു, നേതൃത്വം വഹിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ എല്ലാവരും സംസാര വിഷയമായി. അദീ ഇബ്നു ഹാത്തിം എത്തിയിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ചെവിയിലേക്കും എത്തി ഈ വാർത്ത. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് അദീ എത്തി. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് അദീ വരികയാണ്. റസൂലുള്ള ചോദിക്കുകയാണ്, യാ അദീ അസ്ലിം, യാ അദീ, നീ എന്തിനാണ് ഓടിക്കളഞ്ഞത്? നീ ഞങ്ങളിൽ നിന്ന് ഓടി മറഞ്ഞത് എന്തിനാണ്? ഈ നാട്ടിൽ നിന്ന്, നിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എന്തിനാണ് നീ ഓടി ഒളിച്ചത് അദീയെ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. നബി തങ്ങൾ ചോദിച്ചു വീണ്ടും, മാ അഫറഖ അൻ യുഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനാണോ, അത് പറഞ്ഞതിന് വേണ്ടിയാണോ, അത് പറയപ്പെടുന്നതിന് വേണ്ടിയാണോ നീ ഇവിടുന്ന് ഓടി മറഞ്ഞത്? ഹൽ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഉണ്ടോ? അല്ലാഹു തന്നെയല്ലേ എല്ലാവരുടെയും ദൈവം, അല്ലാഹു തന്നെയല്ലേ? നീ എന്തിനാണ് അലിയെ വിളിച്ചത്? ഓടി മറഞ്ഞത് എന്തിനാണ്? അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ, അല്ലാഹു വലിയവനാണെന്ന് പറയുന്നതിനെ തൊട്ടാണോ? വഹൽ മിൻ ശൈഇൻ അക്ബറു മിനല്ലാഹ്, എന്നാൽ അള്ളാഹിനേക്കാളും വലിയ വസ്തു ഈ ലോകത്തുണ്ടോ, ഈ ഭൂലോകത്തുണ്ടോ, സർവ്വലോകത്തുള്ള പടച്ചിട്ടുണ്ടോ? അള്ളാഹ് തന്നെയല്ലേ ഏറ്റവും വലുത്. അതൊക്കെ പറഞ്ഞ് അദീ മിണ്ടുന്നില്ല, മൗനമാണ്. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അദിയെ, അതുകൊണ്ട് അസ്ലിം തസ്ലം, നീ സുന്ദരമായ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് കടന്നു വരണം, മുസ്ലിമാകണം. അപ്പം അദീ പറഞ്ഞു, നബിയെ, എനിക്കെൻ്റെ മതമുണ്ട്, ഞാനെന്തിനാ എനിക്കെൻ്റെ മതമുണ്ടല്ലോ, എനിക്ക് എൻ്റെ ആദർശമുണ്ട് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിൻ്റെ മതത്തെക്കുറിച്ച് നിന്നെക്കാളും കൂടുതൽ അറിവുള്ളവൻ ഞാനാണ്, നിന്നെക്കാളും കൂടുതൽ നിൻ്റെ മതത്തെക്കുറിച്ച് എനിക്കറിയാം. റസൂലുള്ളാഹി ഒരു കാര്യം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ തൊട്ടുണർത്താൻ വേണ്ടിയിട്ട്. നീ നിൻ്റെ സമൂഹത്തിൽ നീയും സമൂഹവും കൂടി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ, ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് മുതൽ, യുദ്ധം മുതൽ നിങ്ങൾ 4-1 വീതിച്ചെടുക്കാറുണ്ടോ? അതിൻ്റെ മുതൽ 4-1 വീതിച്ചെടുക്കാറുണ്ടോ? അതേ നബിയെ, ഞങ്ങൾ എടുക്കാറുണ്ട്, ഞങ്ങളത് കഴിക്കാറുണ്ട്, ഭക്ഷിക്കാറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഹില്ലു ലിദാലിക, ഒരിക്കലും നിൻ്റെ മതത്തിൽ അത് അനുവദനീയമല്ല, നിൻ്റെ മതത്തിൽ അത് പാടില്ല, അനുവദനീയമല്ല. എന്തുകൊണ്ട് നിങ്ങളത് ഭക്ഷിക്കുന്നു? ഇതങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹം തലകുനിച്ചു നിന്നു. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. അങ്ങനെ നീണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട് ഇസ്ലാമിനെ കുറിച്ച്. അങ്ങനെ വഴിയിൽ ഒരു നബി തങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ഒരു നിരാലംബയായ വൃദ്ധയായ സ്ത്രീ കണ്ടുമുട്ടുകയാണ്. ആ സ്ത്രീ റസൂലുള്ളാഹി തങ്ങളോട് തൻ്റെ ആവലാദികൾ ഇങ്ങനെ പറയുമ്പോൾ നബി തങ്ങൾ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് കുറേ അദീ എന്ന ഈ ക്രിസ്ത്യാനിയെയും വെച്ചുകൊണ്ട് വഴിയിൽ ആ സ്ത്രീയുടെ കാര്യത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ് എത്രയോ സമയങ്ങൾ. അപ്പോൾ അദീ എന്ന ഈ ക്രിസ്ത്യാനിയായ വ്യക്തി വിചാരിക്കുന്നു, ഇതൊരു രാജാവിൻ്റെ ലക്ഷണമല്ല, ഇദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടി ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി തങ്ങൾ അദീ എന്ന ഈ വ്യക്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ
കസേര ഒന്നും അന്നില്ല. അന്ന് ചെറിയൊരു തലയണ പോലത്തൊരു തോൽ കൊണ്ട് നിർമ്മിതമായൊരു സാധനം ആ വസ്തുവിൽ ഇരിക്കുകയാണ് അന്നത്തെ പതിവ്. അത് റസൂലുള്ളാഹി തങ്ങൾ, അത് വീട്ടിലൊന്നേ ഉള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് ഇതിൽ ഇരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ടാൻ, അങ്ങിരുന്നോ, ഞാൻ താഴെ ഇരുന്നോറാം. നബി തങ്ങൾ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് അതിലിരുത്തി നബി തങ്ങൾ താഴെയും ഇരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്താമണ്ഡലങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇതൊരിക്കലും ഒരു രാജാവിൻ്റെ ലക്ഷണം ഇതിലൊരിക്കലുമില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ഒരു സ്ത്രീയും 2 മക്കളും ഇങ്ങനെ വരുന്നു. നിമിത്തങ്ങൾ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ചോദിച്ചറിയുന്നു, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, അദ്ദേഹം തന്നെ പറയുകയാണ്, ഖദ് അറഫ്തു അന്നഹു ബിമലിക് കിസ്റ വഖല ഖൈസർ. ഇതൊരിക്കലും ഒരു കിസ്റ രാജാവിൻ്റെയോ ഖൈസറിൻ്റെയോ ലക്ഷണമുള്ള ഒരു ആളല്ല ഇത്. തീർച്ചയായിട്ടും ഇതിൽ എവിടെയോ ദിവ്യശക്തിയുണ്ട്. ഇതിൽ മറ്റൊരു ശക്തി ഇവിടെ കടന്നുകൂടുന്നുണ്ട്. മുഹമ്മദിൻ്റെ കഴിവല്ല ഇത് നബി തന്നെയാണ്. പ്രവാചകത്വം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവിടുന്ന് ബോധ്യമാകുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ മാഞ്ഞു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അദ്ദേഹം അവിടെ ഉറപ്പിക്കുന്നു. അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദേ, അല്ലാതെ ആരാധനക്ക് അർഹനില്ല. എൻ്റെ പൊന്നാര നബിയാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ്. അവിടെ നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം ഇങ്ങനെ ഇരട്ടിയായി. എന്നിട്ട് റസൂലുള്ള ഒരു കാര്യം അദിയിനോട് പറയുകയാണ്, യാ അദി, നീ എങ്ങാനും എൻ്റെ ജീവിതശേഷം നീ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന കിസ്റയും കൈസറും ഒക്കെ ഇസ്ലാമിൻ്റെ അധീനതയിൽ വരും. ഇസ്ലാമിൻ്റെ അധീനതയിൽ തീർച്ചയായിട്ടും കിസ്റ കൈസറും ഒക്കെ അവിടുത്തെ നിധികളൊക്കെ ഇസ്ലാമിൻ്റെ അണ്ടറിൽ വരാനുണ്ട്. അന്ന് മുതലിന് വേണ്ടി വലനഫ്തഹന്ന കുനൂസ് കിസ്റ. അപ്പോൾ അദി ചോദിച്ചിട്ടുണ്ട്, ഈ സ്വഹാബി, നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിസ്റ ഇബ്നു ഹുർമൂസ് ആണോ? കാരണം അന്നത്തെ ലോകത്ത് കിസ്റ ഇബ്നു ഹുർമൂസിനെ കവച്ചു വെക്കാൻ ഒരാളുണ്ടാവില്ല. അവരെ ഭരണം പിടിച്ചെടുക്കുന്നോ, അവരെ നിധികളൊക്കെ കൊണ്ടുവരുന്നോ പറയുന്നത്. വിത്തകൾ പറഞ്ഞു, അതെ ഫല അവർ തന്നെയാണ്. അതൊക്കെ ഇസ്ലാമിൻ്റെ അണ്ടറിൽ വരും. എന്നിട്ട് സ്വതക്കകൾ സ്വീകരിക്കാൻ പോലും ആളുകളുണ്ടാവില്ല. അത്രയ്ക്കും മുതലുകൾ ഇവരുടെ കയ്യിൽ എത്തിച്ചേരാനുണ്ട്, മുസ്ലിമീങ്ങളുടെ കയ്യിൽ. അദീ ഇബ്നു ഹാത്തിം തങ്ങൾ തന്നെ പറയുന്നു, അവസാനം അതൊക്കെ സംഭവിച്ചു. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ആ രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ അതിൻ്റെ മുൻനിരയിൽ ഞാനുമുണ്ടായിരുന്നു. ആ നിധികളൊക്കെ ഞങ്ങൾ മദീനയിലേക്ക് കൊണ്ടുവന്നു, ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് റസൂലുള്ളാഹിയുടെ വ്യക്തിത്വം കണ്ടുകൊണ്ട്, റസൂലുള്ളാഹിയുടെ സ്വഭാവം കണ്ടുകൊണ്ട്, റസൂലുള്ളാഹിയുടെ താഴ്മ കണ്ടിട്ടാണ് ഈ ക്രിസ്ത്യാനിയായിരുന്ന ഈ വ്യക്തി, അദീ ഇബ്നു ഹാത്തിം എന്ന വ്യക്തി, ഇസ്ലാമിനെ മാറിപ്പുലർന്നതും ഷഹാദത്ത് കലിമ ചൊല്ലിയതും. അപ്പോൾ നമ്മുടെ വിഷയത്തോട് ബന്ധം എന്താണ്? ആ സംഭവമൊക്കെ മുസ്ലിമായതിന് സംഭവം വിവരിച്ചിട്ട് നബിത്തങ്ങൾ അദ്ദേഹത്തോട്, സഹാബിയോട് പറഞ്ഞു, അദ്ദേഹം നിസ്രാനിയാണല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നൽ മഗ്ലൂബ അലൈഹിം ഹുമുൽ യഹൂദ്, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരാണ് യഹൂദികൾ, ജൂതന്മാർ. വഇന്നല്ലാലീൻ ഹുമുൻ നസ്വാറാ, വഴിപിഴച്ചവരാണ് ക്രിസ്ത്യാനികൾ. ഹുമുൻ നസ്വാറ, അവർ ക്രിസ്ത്യാനികളാണ്, വഴിപിഴച്ചവർ. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ വിഷയം. അതോടൊപ്പം റസൂലുള്ളാഹിയുടെ മദഹും നാം ഇവിടെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാനായി, റസൂലുള്ളാഹിയുടെ വ്യക്തിത്വത്തിന് ഉദാഹരണവും അള്ളാഹു നമുക്ക് നമ്മുടെ ഈ പറഞ്ഞതിനെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതവും റസൂലുള്ളാഹിയുടെ ജീവിതത്തോട് പിന്തുടർന്നുകൊണ്ട്, സ്വഭാവ മഹിമ കൊണ്ടും വ്യക്തിത്വം കൊണ്ടും നാം മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനും, നമ്മുടെ വ്യക്തിത്വം കൊണ്ട് നാം أعوذ بالله من الشيطان الرجيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി